Hey everyone, good morning. So welcome to Decode and Debug. So this is our first and new sessions for you. നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോളിടെക്നിക് കോളേജുകളിലുള്ള സെമസ്റ്റർ 3 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കോഴ്സാണ്. സോ ഈ ഒരു പ്ലേലിസ്റ്റിലൂടെ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യാനാണ് നോക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ സിലബസ് കാണാൻ പറ്റും. സോ നമുക്ക് കോഴ്സ് വരുന്നത് 4 ക്രെഡിറ്റാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു, അതിൻ്റെ ഫൗണ്ടേഷൻസ് ആൻഡ് ഹിസ്റ്ററി, അതുപോലെ ട്യൂറിംഗ് ടെസ്റ്റ് ആൻഡ് AI പ്രോബ്ലംസ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, അതുപോലെ എൻവയോൺമെൻറ്റ്, അങ്ങനെ കുറച്ച് ടേംസും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ടൈപ്സ് ഓഫ് ഏജൻറ്റ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഏജൻറ്റ്സ് ആണ് നമുക്ക് ഒരു മൊഡ്യൂളിലായിട്ട് വരുന്നത്. AI പ്രോബ്ലംസ് എന്ന് പറയുമ്പം നമുക്ക് വാട്ടർ ജഗ് പ്രോബ്ലംസ്, അതുപോലെ ടവർ ഓഫ് ഹാനോയ് പ്രോബ്ലം, ഫോക്യൂൻസ് പ്രോബ്ലം, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ഇത്രയും പ്രോബ്ലംസ് ആണ് വരുന്നത്. ആക്ച്വലി നമുക്ക് ഒരു പ്രോബ്ലംസ് പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റീസണിങ്, അതുപോലെ ലോജിക് ആൻഡ് ഇൻഫറൻസസ്. നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റീസണിങ്ങിൽ തന്നെ നമുക്ക് വരുന്ന ഓണ്ടോളജീസ്, അതുപോലെ ഫൗണ്ടേഷൻസ് ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റീസണിങ്, representing and reasoning about objects, relations, events and actions and time and space, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ലോജിക് ആൻഡ് ഇൻഫറൻസസും, അതിൽ നമുക്ക് പ്രൊപ്പോസിഷണൽ ലോജിക്ക്, ഫസ്റ്റ് ഓർഡർ ലോജിക്ക്, സൗണ്ട്നെസ് ആൻഡ് കംപ്ലീറ്റ്നെസ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ പ്രൊപ്പോസിഷണൽ ലോജിക് ആൻഡ് ഫസ്റ്റ് ഓർഡർ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനാണ്, ബാക്കിയൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സീരീസിൻ ടെസ്റ്റിന് ഉണ്ടായിരിക്കുക. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് അൺഇൻഫോംഡ് റിസർച്ച്, ഇൻഫോംഡ് റിസർച്ച്, ഫൈൻഡിങ് ഓപ്റ്റിമൽ പാത്സ്, പ്രോബ്ലം ഡികമ്പോസിഷൻ, ഗെയിം പ്ലേയിങ്. അപ്പം അൺഇൻഫോംഡ് റിസർച്ചിൽ തന്നെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് വരുന്നുണ്ട്. ഇപ്പം ഇതിലാണെങ്കിൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലാബിൽ നമുക്ക് ലാബ് സെഷനായിട്ട് പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഓൾസോ തിയറി പോർഷനായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഇൻഫോംഡ് സെർച്ചിൽ ഹ്യൂറിസ്റ്റിക് സെർച്ച്, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച്, ഹിൽ ക്ലൈംബിംഗ്, A സ്റ്റാർ അൽഗോരിതം ആൻഡ് ബീം സെർച്ച്. ഓക്കെ, ദെൻ ഫൈൻഡിങ് ഓപ്റ്റിമൽ പാത്ത്, അതിൽ നമ്മൾ വരുന്ന ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, അതുപോലെ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ചസ് പഠിക്കുന്നുണ്ട്. അതുപോലെ പ്രോബ്ലം ഡികമ്പോസിഷനിൽ ഗോൾ ട്രീസ് എന്താണെന്ന് നോക്കുന്നുണ്ട്, AO സ്റ്റാർ അൽഗോരിതം എന്താണെന്ന് നോക്കുന്നുണ്ട്, റൂൾ ബേസ്ഡ് സിസ്റ്റം. അതുപോലെ ഗെയിം പ്ലേയിങ്ങിൽ മിനി മാക്സ് അൽഗോരിതം ആൻഡ് ആൽഫബറ്റിക് അൽഗോരിതം, ഇതെല്ലാം അൽഗോരിതംസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിളൊക്കെ ആയിട്ട് പഠിച്ചിട്ട് പോവാം. ആൻഡ് നെക്സ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഡൊമൈൻസ് ആൻഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സെർച്ച് വരുന്നുണ്ട്. അതുപോലെ ഗോൾ സ്റ്റാക്ക് പ്ലാനിങ്, പ്ലെയിൻ സ്പേസ് പ്ലാനിങ്, ഗ്രാഫ് പ്ലാൻ, കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ. അതുപോലെ എക്സ്പേർട്ട് സിസ്റ്റംസിൽ ഡെഫിനേഷൻസ് വരുന്നുണ്ട്, ഫീച്ചേഴ്സ്, എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസ്പെക്ടർ, നോളജ് റെപ്രസെൻറ്റേഷൻ ഇൻ എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ സിലബസിൻ്റെ താഴെ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, റിസോഴ്സസിനുള്ളതും അതുപോലെ ടെക്സ്റ്റ് റെഫർ ചെയ്യാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. Okay, thank you for joining me today, and drop a comment and let me know which topic from you guys are struggling with, and I will cover it soon. Until then, keep learning smart, and thank you.